മിനിസ്റ്റർ എ.കെ. ശശീന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. മിനിസ്റ്റർ, ഇപ്പോൾ ആനയെ PT-7 പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ മയക്കുവെടി വെച്ചിരുന്നു. ഇപ്പോൾ ലോറിയിൽ കയറ്റി എന്നാണ് ഞങ്ങൾക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. എങ്ങനെയാണ് ഈ ഒരു ദൗത്യം എന്ന് താങ്കൾ ഇപ്പോൾ നൽകുന്ന വിവരം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും മിനിസ്റ്റർ. നമുക്കെല്ലാം അറിയുന്നത് പോലെ കഴിഞ്ഞ കുറെ ആഴ്ചകളായി PT-7 എന്ന് പറയുന്ന അപകടകാരിയായ കാട്ടുകൊമ്പൻ നമ്മുടെ മലമ്പുഴ മേഖലയിൽ ആകെ ഭീതി പടർത്തി അങ്ങനെ ധരിക്കുകയാണ്. അവരെ പിടിക്കാൻ വനംവകുപ്പ് നടത്തിയ ശ്രമങ്ങൾ വളരെ ഏറെ പ്രയാസമുള്ളതായിരുന്നു. ഇന്നലെ രാവിലെ അതിനെ പിടികൂടാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചതാണെങ്കിലും പെട്ടെന്ന് തന്നെ ആനയുടെ സ്വഭാവത്തിലും നിൽക്കുന്ന സ്ഥലത്തിന്റെ സ്വഭാവത്തിലും ഒക്കെ മാറ്റം വന്നപ്പോൾ ആ ശ്രമം നിർത്തിവെക്കേണ്ടതായി വന്നു. അങ്ങനെ വന്നപ്പോൾ ആളുകളുടെ ഇടയിൽ വലിയ നിരാശയുണ്ടായിരുന്നു. പക്ഷെ അത് നിർത്തിവെച്ചത് എപ്പോഴത്തേക്കുമായി നിർത്തിവെച്ചതല്ലെന്നും ദൗത്യം തുടരുക തന്നെ ചെയ്യുമെന്നും അവരോട് പറയേണ്ടതായി വന്നു. ചിലരെങ്കിലും അത് തെറ്റായി വ്യാഖ്യാനിക്കാനൊക്കെ ജനങ്ങളെ ധരിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങൾ നല്ല സഹകരണമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ദൗത്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഘട്ടങ്ങളിൽ നൽകി പോന്നിരുന്നത്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദൗത്യ സംഘമായിരുന്നു ഈ ധോണിയിലുണ്ടായ ദൗത്യസംഘം. ഇത്ര വലിയ അംഗസംഖ്യയുള്ള ദൗത്യസംഘവും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാ സന്നാഹങ്ങളോടും കൂടിയാണ് വനംവകുപ്പ് ഈ പിടിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇനിയിപ്പോ ഒന്നാം ഘട്ടത്തിലെ ഒരു വിജയം കൈവരിച്ചതിന് ശേഷം ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ആനയെ വാഹനത്തിൽ കയറ്റി കൂട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതും ആനയെ മയക്കുവെടിവെച്ച് ലോറിയിൽ കയറ്റുന്നത് ആ ശ്രമം പോലെ തന്നെ വളരെ പ്രയാസമേറിയ ഒരു ദൗത്യമാണ് ആനയെ ലോറിയിൽ കയറ്റൽ. ഇപ്പോ ലഭിച്ച വിവരമനുസരിച്ച് ലോറിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഒടുവിൽ ലഭിച്ച വിവരം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാന ഘട്ടം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ധോണിയിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള കൂട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. കൊണ്ടുപോകുന്നതും കൊണ്ടുപോയി കഴിഞ്ഞാൽ കൂട്ടിലേക്ക് കയറ്റുന്നതും അപകടം പിടിച്ച ഒരു വലിയ ദൗത്യമാണ്. എന്നാൽ അതൊക്കെ വളരെ ആത്മവിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടും കൂടി ചെയ്യാനാണ് വനംവകുപ്പിലെ ദൗത്യസംഘം ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ദൗത്യസംഘത്തെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ മിനിസ്റ്റർ കേൾക്കുന്നുണ്ടോ? വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് മിനിസ്റ്റർ. എന്തായാലും ഈ ആനയെ നാട്ടിൽ തന്നെ നിലനിർത്താനുള്ള ഒരു ശ്രമമാണോ ഇനി നടത്തുക? അല്ല, ഇനിയിപ്പോ അതിന് എന്ത് ചെയ്യണമെന്ന് ഇപ്പൊ ഉടനെ ആലോചിക്കേണ്ടതില്ല. കാരണം നമ്മൾ ആനയെ പരിചരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകമായ ഡയറ്റൊക്കെ വെറ്റിനറി ഡോക്ടർ അദ്ദേഹം അവിടെ അരുൺ വർഗീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ 6 മാസമോ ചിലപ്പോൾ 1 കൊല്ലമോ അതിനെ ഈ ആനക്കൂട്ടിലെത്തി പരിചരിക്കേണ്ടതായിട്ട് വരും. അത് ആനയിൽ വരുന്ന പ്രകടമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഈ ടൈം ടേബിളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് നമുക്ക് നിശ്ചയമായും ഇത്ര ദിവസം എന്ന് പറയാൻ പറ്റില്ല. ചില ആനകളിൽ അത് വേഗത്തിൽ പ്രതിഫലിക്കും, ചിലത് സമയമെടുക്കും. അപ്പോൾ ഈ ആന ഏത് തരത്തിലുള്ളതാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അപകടകാരിയായ വലിയൊരു കൊമ്പനായതുകൊണ്ട് കുറച്ച് സമയമെടുക്കും എന്ന് നാം കണക്കാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ആനയെ തിരിച്ച് കാട്ടിലേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. ഉടനെ തന്നെ എന്തായാലും ഇല്ല. എന്തായാലും ആനയെ കാട്ടിലേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണോ? മറ്റു കാര്യങ്ങളൊക്കെ ഇതിന് ശേഷമേ നമുക്ക് സമയമെടുത്തതിന് ശേഷമേ എങ്ങനെ ചെയ്യണമെന്ന് അന്തിമമായി തീരുമാനിക്കാൻ കഴിയുള്ളൂ. മിനിസ്റ്റർ, ഈ ധോണി PT-7 എന്തായാലും പിടികൂടി. പക്ഷെ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു സ്ഥിരമായ ഈ വന്യമൃഗ ശല്യത്തിന് സ്ഥിരമായ ഒരു പരിഹാരം വേണം, ശാശ്വതമായ ഒരു പരിഹാരം വേണം എന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട്. അതിന് എന്ത് നടപടിയാണ് സ്വീകരിക്കാനിരിക്കുന്നത്? അതിന് ഇപ്പോൾ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന പ്രതിരോധ നടപടികളും ഇതുപോലത്തെ ദൗത്യ പ്രവർത്തനങ്ങളുമാണ് ഗവൺമെന്റിന്റെ മുമ്പിലുള്ള പ്രായോഗികമായി
നിലനിൽക്കുന്ന ഒരു രീതി. ഈ രീതിയിൽ മാറ്റം വരുത്തി ആനകളെ വംശവർദ്ധന തടയുകയോ കൊല്ലുകയോ ചെയ്യണമെന്ന ഒരു ബഹുജനാഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. പക്ഷെ അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നതുകൊണ്ട് പെട്ടെന്നൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. അത് എല്ലാ വശത്തുമുള്ള നിർദ്ദേശങ്ങളൊക്കെ പരിഗണിച്ചതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും പരിഷ്കാരങ്ങൾ വരുത്താൻ കഴിയുള്ളൂ. എന്തായാലും പ്രതിപക്ഷം അടക്കം ഈ ഒരു വിഷയം നിയമസഭയിൽ അടക്കം ഉന്നയിക്കാനിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു മറുപടി എന്താണ് ഇത്തരത്തിൽ? നിയമസഭയിൽ കൊടുക്കേണ്ട മറുപടി അത് അവർ പറയുന്നതല്ലേ. അല്ല, ജനങ്ങളുടെ ഒരു പൊതുവായ പ്രശ്നം എന്ന നിലയിൽ തന്നെ മറുപടി പറയുക എന്നുള്ളതാണ് മന്ത്രിയുടെ ചുമതല. ആ ചുമതല മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ നിർവഹിക്കും. അതിനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. എന്തായാലും PT-7 പിടിച്ചത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് വനംവകുപ്പിനെ സംബന്ധിച്ച്. PT-7 പിടികൂടാൻ കഴിഞ്ഞത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. വനം വകുപ്പിന് വലിയൊരു ദൗത്യം പൂർത്തീകരിച്ചെന്ന ഒരു സംതൃപ്തി അതുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ട്. വളരെ നന്ദി മിനിസ്റ്റർ AK ശശീന്ദ്രൻ ഞങ്ങളോട് കേരള വിഷനോട് പ്രതികരിച്ചതിന്.